ഹലോ, വെൽക്കം. നമ്മൾ ഇന്ന് എക്കണോമെട്രിക്സിലെ ഒരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് എക്കണോമെട്രിക്സ്, അതിന്റെ മീനിങ് എന്താണ് എക്കണോമെട്രിക്സ്, നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുക, എന്തൊക്കെയാണ് എക്കണോമെട്രിക്സിന്റെ സ്കോപ്പുകൾ. ഈ ഒരു 3 ഏരിയാസ് ആണ് നമുക്ക് ഇന്ന് ഡീൽ ചെയ്യാനുള്ളത്. ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഇക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിൽ ഒന്നാണ് എക്കണോമെട്രിക്സ് എന്നുള്ളത്. നമ്മൾ +1 +2 എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളവിടെ പഠിച്ചിട്ടുണ്ടാവുക നോർമലി ഇന്ത്യൻ ഇക്കോണമി പഠിച്ചിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് മൈക്രോ ഇക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും, മാക്രോ ഇക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്കറിയാം മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്, 2 പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ്. അതുപോലെ തന്നെയുള്ള എക്കണോമിക്സിന്റെ മറ്റൊരു ബ്രാഞ്ചാണ് ഇക്കണോമെട്രിക്സ് എന്നുള്ളത്. നമ്മൾ ഒരു കേരളത്തിന്റെ ഒരു ഇക്കണോമെട്രിക്സ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 2021 ശേഷമാണ് കാര്യമായിട്ട് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ BA കുട്ടികൾക്കൊക്കെ എക്കണോമെട്രിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഓൾറെഡി ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കണോമെട്രിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ടീച്ചേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊന്നും പഠിക്കാത്ത ടീച്ചേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എക്കണോമെട്രിക്സിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ക്ലാസ്സുകൾ പലപ്പോഴും കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ആവാറില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോഴ്സുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ഇക്കണോമിക്സിന്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ എക്കണോമെട്രിക്സ് ഒരു ബ്രാഞ്ച് ആയിട്ട് ഉണ്ടാക്കാനുള്ള കാരണം? ഇറ്റ് പ്രൊവൈഡ്സ് ഇക്കണോമിക്സ് വിത്ത് സയന്റിഫിക് ഫ്രെയിംവർക്ക് ടു ടെസ്റ്റ് തിയറീസ്. ഇക്കണോമിക് തിയറീസ്, ഇപ്പൊ നമ്മൾ ഡിമാൻഡ് തിയറി പറയാണ്. അപ്പൊ ഈ ഡിമാൻഡ് തിയററ്റിക്കലി നമുക്കറിയാം, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് മാറ്റുന്നു. എഗെയിൻ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിൽ നിന്ന് ഒരു ഇക്കണോമെട്രിക്സ് മോഡലിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പോൾ അതായത് തിയററ്റിക്കലി ഉള്ള കാര്യങ്ങളെ നമുക്ക് എംപരിക്കലായിട്ട്, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, റിയൽ വേൾഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചിനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എസെൻസ് ഓഫ് ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ടു ട്രാൻസ്ഫോം ഇക്കണോമിക് തിയറി വിച്ച് ഈസ് ഇൻ ഓഫൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ലോജിക്കൽ ഇൻ ടു എംപരിക്കൽ മെഷർമെന്റ് സപ്പോർട്ടഡ് ബൈ ദ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ. ഞാൻ സിമ്പിൾ ആയിട്ടൊരു ഡിമാൻഡ്, നമ്മൾ വളരെ ബേസിക് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഡിമാൻഡ് തിയറി. നമുക്കറിയാം എന്താണ് ഡിമാൻഡ് തിയറി എന്നുള്ളത്. എന്താ ഡിമാൻഡ് തിയറി? പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഇതാണ് ഡിമാൻഡ് തിയറി എന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു ക്വാളിറ്റേറ്റീവ് ആണ്. ഒരു ക്വാളിറ്റേറ്റീവ് തിയറി ആണെന്ത്? ഇഫ് പ്രൈസ് ഇൻക്രീസിങ് ഡിമാൻഡ് വിൽ ഡിക്രീസ്, ഇഫ് പ്രൈസ് ഡിക്രീസിങ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് തിയറി. ഇതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊരു, നിങ്ങൾ ഡിമാൻഡ് ഫംഗ്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ, ഇതിന് നമ്മളെങ്ങനെ മാത്തമാറ്റിക്കലി പറയാറുള്ളത്? QD ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, അല്ലെ? ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എറർ ടേമിനെ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് വേരിയബിളിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ആൻ ഇക്കണോമെട്രിക്സ് മോഡൽ. അതായത് റിയൽ വേൾഡിലേക്ക് നമുക്ക് എംപരിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് എംപരിക്കലി റിയൽ വേൾഡിലേക്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ട് ഇക്കണോമിക് തിയറീസിനെ മാറ്റാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് എന്ത്? ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കിൽ കുറേ തിയറീസ് ഉണ്ടാവും, പക്ഷെ റിയൽ വേൾഡിൽ നമുക്കതൊന്നും കണ്ടോളണമെന്നില്ല. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിലെ തിയറീസിനെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആക്കാൻ വേണ്ടിയിട്ട്, പോളിസി ഓറിയന്റഡ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരു എവിഡൻസ് ബേസ്ഡ് ഡിസിപ്ലിൻ ആക്കിയിട്ട് നമുക്ക് എക്കണോമിക്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ ഇക്കണോമെട്രിക്സ് എന്നുള്ള വേർഡ് നമുക്കറിയാം. ഇക്കണോമിക്സ് എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് വന്നത്? നമ്മൾ എപ്പോഴും +2 ഡിഗ്രി എന്നൊക്കെ പഠിക്കുന്നുണ്ടാവില്ല. ഇറ്റ് ഈസ് കംസ് ഫ്രം ദ വേർഡ് ഒയിക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഒയിക്കണോമിയ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു വേർഡ് ഒയിക്കണോമിയ, അപ്പൊ എക്കണോമെട്രിക്സിൽ എക്കണോമിക്സ് ഉണ്ടല്ലേ, അപ്പൊ ഇത് ഒയിക്കണോമിയ എന്ന് പറയുന്ന ഇക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് എല്ലാം ഗ്രീക്ക് വേർഡ് ആണ് കേട്ടോ. മെട്രിക്കോസ് എന്ന് പറയുന്ന മെഷർമെന്റ് എന്നുള്ള വേർഡ്
ട്രോൺ എന്ന് പറയുന്ന സയൻസ് ഓർ മെത്തേഡ് എന്നുള്ള വേർഡ്. ഇങ്ങനെ എക്കണോമിക്, മെഷർമെന്റ്, സയൻസ് ഓർ മെത്തേഡ്, ഒയിക്കണോമിയ, മെട്രിക്കോസ്, ട്രോൺ, ഈ 3 വേർഡുകളും കൂട്ടിച്ചേർന്നിട്ടാണ് നമുക്ക് ഇക്കണോമെട്രിക്സ് എന്നുള്ള ഒരു സിംഗിൾ വേർഡ് നമുക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇക്കണോമെട്രിക്സ് ലിറ്ററലി മീൻസ് ദ മെഷർമെന്റ് ഓഫ് ദ ഇക്കണോമിക് റിലേഷൻഷിപ്സ്. ഇക്കണോമിക്സിനകത്തുള്ള വ്യത്യസ്ത വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പുകളെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ട് റിയൽ വേൾഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് ലിറ്ററലി നമ്മൾ എക്കണോമെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇത് എന്തിനാണ് കൺസേൺ ആവുന്നത്? ഇറ്റ് കൺസേൺഡ് വിത്ത് അപ്ലൈയിങ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ടു അനലൈസ് ഇക്കണോമിക് ഫിനോമിന, ടെസ്റ്റ് ഇക്കണോമിക് ഹൈപ്പോത്തിസിസ് ആൻഡ് എസ്റ്റിമേറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് റിലേഷൻഷിപ്സ്. ഇതൊക്കെ ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും വരുന്ന ലെക്ചേഴ്സുകളിൽ. അപ്പോൾ മാത്തമാറ്റിക്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഇക്കണോമിക് തിയറീസുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ട് ഒരു റിയൽ വേൾഡിലേക്ക് ആപ്ലിക്കേഷൻ ഒരു സബ്ജക്റ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നതാണെന്ത് നമ്മൾ ഈ പറയുന്ന ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്കണോമെട്രിക്സ് പ്രധാനമായിട്ടും ട്രൈ ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇക്കണോമെട്രിക്സിൽ നമുക്ക് കാണാൻ പറ്റുക, നമ്മൾ പറഞ്ഞു എന്ത്, റിയൽ വേൾഡ് എന്ന് പറയുന്നൊരു വേൾഡ് ഉണ്ട്, അതായത് നമ്മളൊക്കെ നേരിട്ട് കാണുന്ന പോളിസി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ്. അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കുറേ തിയറീസ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ തിയറീസ്, കൺസംഷൻ തിയറീസ്, ഡിമാൻഡ് തിയറീസ്, നമ്മൾ ഒരുപാട് തിയറീസ് പഠിക്കുന്നുണ്ട്. ഓരോ ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സിലും നമുക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ തിയറീസിനെയൊക്കെ റിയൽ വേൾഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്കണോമെട്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് 2-3 എക്സാമ്പിൾ നോക്കാം. ഹൗ സ്ട്രോങ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ? ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇഫ് ഇൻകം ഇൻക്രീസസ്, കൺസംഷൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ആൾസോ ഇൻക്രീസസ്. നമ്മൾ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ബട്ട് എ ലെസ് ദാൻ പ്രപ്പോർഷണൽ അല്ലേ? അതായത് ഒരു 100 രൂപ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സാലറി, ടേക്ക് ആൻ എക്സാമ്പിൾ, നമ്മുടെ ആദ്യത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയാണ്. ഈ 10,000 രൂപയുടെ 12,000 രൂപയായി. വാട്ട് വിൽ ഹാപ്പൻ ടു അവർ കൺസംഷൻ? കൺസംഷൻ വിൽ ആൾസോ ഇൻക്രീസ് അല്ലേ? പക്ഷേ ഇവിടെ കൂടിയ 2,000 രൂപക്ക് നമ്മൾ കൺസ്യൂം ചെയ്യാൻ നിൽക്കുമോ? ഇല്ല, കൺസംഷൻ കൂടും, പക്ഷെ ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ്ലി ആയിരിക്കും. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിക്കാൻ ഹൗ സ്ട്രോങ് ഈസ് ദ റിലേഷൻഷിപ്പ്. നല്ല സ്ട്രോങ് ആണെങ്കിൽ എന്തുണ്ടാവും? 2,000 രൂപ കൂടിക്കഴിഞ്ഞാൽ ആ 2,000 രൂപയും നമ്മൾ കൺസ്യൂം ചെയ്യും. അതല്ല സ്ട്രോങ് കുറവാണെങ്കിലോ 2,000 രൂപ കൂടുന്നു, നമ്മൾ ചിലപ്പോൾ ഒരു 500 രൂപക്കോ 200 രൂപക്കോ എക്സ്ട്രാ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് നമ്മൾ എക്കണോമെട്രിക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ വേജ് ലെവൽ? എഡ്യൂക്കേഷനും വേജ് ലെവലും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? നല്ല എഡ്യൂക്കേഷൻ, ടേക്ക് ആൻ എക്സാമ്പിൾ, BA എക്കണോമിക്സ് പാസ്സായ നിങ്ങളും MA എക്കണോമിക്സ് പാസ്സാവുന്ന നിങ്ങളും PhD എക്കണോമിക്സിൽ കിട്ടുന്ന നിങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ച് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റൈസ് ഇൻ യുവർ വേജ് ലെവൽ. അപ്പൊ ഇതിനെ പറ്റി പഠിക്കാൻ ഒരു റിലേഷൻഷിപ്പ്, കോറിലേഷൻ, റിഗ്രഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പിനെ പഠിക്കാൻ, അല്ലെങ്കിൽ ഹൗ ഡസ് മോണിറ്ററി പോളിസി അഫക്ട്സ് ഇൻഫ്ലേഷൻ? വി നോ ദാറ്റ് വി ഹാവ് മെയിൻലി 2 പോളിസീസ്. വൺ ഈസ് മോണിറ്ററി പോളിസി ആൻഡ് അനദർ വൺ ഈസ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്? മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്ക് ആണ്, ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് ആണ്. അപ്പൊ മോണിറ്ററി പോളിസി നമ്മൾ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ഓർ കൺട്രോൾ മണി സപ്ലൈ, സിംപ്ലി ടെല്ലിംഗ് ടു കൺട്രോൾ മണി സപ്ലൈ. അപ്പൊ മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യുന്നതിൽ, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിൽ മോണിറ്ററി പോളിസി എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ നോക്കാറുള്ളത് ഇക്കണോമെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ, ഫോർകാസ്റ്റ് ചെയ്യാൻ, ലൈക്ക് എങ്ങനെ, വാട്ട് വിൽ ബി ദ GDP ഗ്രോത്ത് റേറ്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. നമ്മൾ പറയുകയാണ് 2023 GDP ഗ്രോത്ത് റേറ്റ് 8% ആണ്, 24 അത് 9% ആയി, 25 അത് 10% ആയി. സോ വി ക്യാൻ ഒബ്സർവ് 1% ഇൻക്രിമെന്റ് അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും, എക്കണോമെട്രിക്സ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇൻ 26 GDP ഗ്രോത്ത് റേറ്റ് വിൽ ബിക്കം 11%. ഇങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് സയന്റിഫിക്കലി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് എക്കണോമെട്രിക്സ് വേണം. ത്രൂ ഇക്കണോമെട്രിക്സ്, ഇക്കണോമിക്സ് can measure, verify and forecast such a relationship quantitatively. നമുക്ക് മെഷർ ചെയ്യാനും റിലേഷൻഷിപ്പുകളെ വെരിഫൈ ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യും? ഇക്കണോമെട്രിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നർത്ഥം. അപ്പൊ ഇക്കണോമെട്രിക്സിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് 2-3 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ഒന്ന് വേഗത്തിൽ നോക്കാം. റാഗ്നർ ഫ്രിഷ് 1933 ആണ്, നമ്മൾ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു റാഗ്നർ ഫ്രിഷ്
ഓസ്ലോ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റഡ് ആയിരുന്നു. നിങ്ങൾ ഒരുപാട് തവണ റാഗ്നർ ഫ്രിഷിന്റെ ഡെഫിനിഷൻസ്, ഇക്കണോമിക്സിന്റെ ഡെഫിനിഷൻസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ റാഗ്നർ ഫ്രിഷ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്കണോമെട്രിക്സിനും ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇക്കണോമെട്രിക്സ് ഈസ് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ദ എയിം ഓഫ് ഗിവിംഗ് എംപരിക്കൽ കണ്ടന്റ് ടു ഇക്കണോമിക് വ്യൂസ്, ഇക്കണോമിക് ലോസ്. അതായത് മാത്തമാറ്റിക്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഇക്കണോമിക്സിനെയും നമ്മൾ ഒരുമിച്ച് ചേർക്കുന്ന, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ഡെഫിനിഷൻ തന്നെയാണല്ലേ റാഗ്നർ ഫ്രിഷും പറഞ്ഞത്. ഈ 3 സബ്ജക്റ്റുകളെയും ഒരുമിച്ച് ചേർത്തിട്ട് ഇക്കണോമിക് നിയമങ്ങൾക്ക്, ഇക്കണോമിക് ലോസിന് എംപരിക്കലായിട്ട് റിയൽ വേൾഡിൽ ഒരു വാലിഡേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്കണോമെട്രിക്സ് എന്ന് പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റാഗ്നർ ഫ്രിഷ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇക്കണോമെട്രിക്സ് എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിട്ടുള്ള ആള്. ഇക്കണോമിക്സും നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്കണോമിക്സും മെട്രിക്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇക്കണോമെട്രിക്സ് എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിട്ടുള്ള ഇക്കണോമിസ്റ്റ് ആണ് ആര്, റാഗ്നർ ഫ്രിഷ്. ഇതൊക്കെ പൊതുവെ നമ്മൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ അത് ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സോ മാത്തമാറ്റിക്സോ മാത്രമല്ല, എക്കണോമിക്സോ മാത്രമല്ല, മറിച്ച് ഈ 3 സബ്ജക്റ്റുകളുടെയും ഒരു കോമ്പിനേഷൻ ആണെന്ത്, ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഗെർഹാർഡ് ടിൻറ്റനറുടെ അഭിപ്രായത്തിൽ ഇക്കണോമെട്രിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഇക്കണോമിക് ഡാറ്റ ടു ലെൻഡ് എംപരിക്കൽ സപ്പോർട്ട് ടു ദ മോഡൽ കൺസ്ട്രക്റ്റഡ് ബൈ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് ആൻഡ് ടു ഒബ്റ്റെയിൻ ന്യൂമറിക്കൽ റിസൾട്ട്. അതായത് എല്ലാവരും പറയുന്ന ഡെഫിനിഷൻ സെയിം ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഉണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും നമ്മൾ യൂസ് ചെയ്തിട്ട് വി ആർ മേക്കിംഗ് ഓർ വി ആർ ട്രൈങ് ടു എംപരിക്കലി പ്രൂവ് അവർ ഇക്കണോമിക് ലോസ്. ഇക്കണോമിക്സിലെ നിയമങ്ങളെ നമ്മൾ എംപരിക്കലി പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അല്ലേ? ഇനി കൗഷ്യാനസ്, നിങ്ങൾ മൈക്രോ ഇക്കണോമിക്സ് കൗഷ്യാനസിന്റെ പുസ്തകമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പി ജിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ. ഇക്കണോമെട്രിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇക്കണോമെട്രിക്സിന് ഡെഫിനിഷൻ കൊടുക്കാൻ നിങ്ങളുടെ എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട 2 പോയിന്റ് ആണ് എന്ത്, മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഇക്കണോമിക്സും. മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഈ 2 ക്വാണ്ടിറ്റേറ്റീവ് ടൂളുകളെ യൂസ് ചെയ്തിട്ട് ഇക്കണോമിക് പ്രോബ്ലംസിനെ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റിംഗ് തിയറീസ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് റിലേഷൻഷിപ്പ്. തിയറീസിനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എംപരിക്കലി നമ്മൾ റിലേഷൻഷിപ്പുകളെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്കണോമെട്രിക്സ് എന്ന് പറയാം. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ 3 ഡെഫിനിഷൻസും പറയാൻ ശ്രമിക്കുന്നത് ഒറ്റ കാര്യമാണ്. എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 സബ്ജക്റ്റുകളുടെ കോമ്പിനേഷനാണ്. ഏതൊക്കെയാണ്? 1 മാത്തമാറ്റിക്സ്, 2 സ്റ്റാറ്റിസ്റ്റിക്സ്, 3 ഇക്കണോമിക്സ്. ഈ 3 സബ്ജക്റ്റുകൾ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് എന്നർത്ഥം. ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ക്വാണ്ടിറ്റേറ്റീവ് ഒന്നുമല്ല. നിങ്ങൾ എക്കണോമെട്രിക്സിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് കഴിഞ്ഞാൽ കുറെ ആൽഫയും ബീറ്റയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അത് ക്വാണ്ടിറ്റേറ്റീവ് ഏരിയയാണ്. അതേസമയം ഇക്കണോമെട്രിക്സിന് 2 ഏരിയാസ് ഉണ്ട്. തിയററ്റിക്കൽ ആയിട്ടുള്ള എക്കണോമെട്രിക്സിന് ഒരു ഏരിയ ഉണ്ട്, അപ്ലൈഡ് ആയിട്ടുള്ള എക്കണോമെട്രിക്സിന് ഒരു ഏരിയ ഉണ്ട്. തിയററ്റിക്കൽ എക്കണോമെട്രിക്സിൽ നമ്മൾ പറയാറുള്ളത് ന്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ഇക്കണോമിക് റിലേഷൻഷിപ്സ്. ഇക്കണോമിക്സിനകത്തുള്ള വ്യത്യസ്ത വേരിയബിൾസ് തമ്മിലുള്ള ബന്ധങ്ങളെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ന്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഏരിയയാണ് തിയററ്റിക്കൽ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ, തിയററ്റിക്കൽ എക്കണോമെട്രിക്സിന്റെ അണ്ടറിൽ വരുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം. ഡെറിവേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്, സ്റ്റഡിങ് അസംഷൻസ് ഓഫ് OLS ഓർ ബിൽഡിംഗ് ന്യൂ മോഡൽസ്. ഇതൊക്കെ എന്താണ്, തിയററ്റിക്കൽ എക്കണോമെട്രിക്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടോ. എന്താണ് എസ്റ്റിമേറ്റേഴ്സ്, എന്താണ് റിഗ്രസന്റ്, എന്താണ് റിഗ്രസഡ്, എന്താണ് OLS വിച്ച് മീൻസ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഇനി അതിൽ തന്നെയുള്ള മൾട്ടിപ്പിൾ റിഗ്രഷൻ മെത്തേഡിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ന്യൂ മോഡൽസ് എങ്ങനെയാണ് എക്കണോമെട്രിക്സിൽ ഉണ്ടാക്കാന്നൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത്തെ ഏരിയ ആണ് എന്ത്, അപ്ലൈഡ് എക്കണോമെട്രിക്സ്. അപ്ലൈഡ് എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തിയററ്റിക്കൽ നോളജ് യൂസ് ചെയ്തിട്ട്, തിയററ്റിക്കൽ എക്കണോമെട്രിക്സിനെ യൂസ് ചെയ്തിട്ട് അപ്ലൈയിങ് ഇക്കണോമെട്രിക് മോഡൽസ് ഇൻ ടു റിയൽ വേൾഡ് ഡാറ്റ ഫോർ എംപരിക്കൽ അനാലിസിസ്. എംപരിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് റിയൽ വേൾഡിലുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത്, അപ്ലൈയിങ്
അപ്ലൈഡ് ഇക്കണോമെട്രിക്സ് എന്ന് നമ്മൾ പറയാം. എക്സാമ്പിൾ എന്താണ്? എസ്റ്റിമേറ്റിംഗ് ദ കൺസംഷൻ ഫംഗ്ഷൻ ഓർ അനലൈസിംഗ് ദ എഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് കൺസംഷൻ ഫംഗ്ഷനും? കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാ പറയാ? കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം, റൈറ്റ്? ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റൈറ്റ്? അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഇൻവെസ്റ്റ്മെന്റ്? ഇറ്റ് വിൽ ഡിക്രീസ് ഓർ ഇൻക്രീസ്? ഇറ്റ് വിൽ ഡിക്രീസ്. അപ്പൊ അല്ലെങ്കിൽ ഇൻകം കൂടിയാൽ വാട്ട് വിൽ ഹാപ്പൻ ടു കൺസംഷൻ? ഇറ്റ് വിൽ ആൾസോ ഇൻക്രീസ്. അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളെ പറ്റി പഠിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇക്കണോമെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തിയററ്റിക്കൽ എക്കണോമെട്രിക്സ് ഉണ്ട്, അപ്ലൈഡ് എക്കണോമെട്രിക്സ് ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെഷൻ നിർത്തുകയാണ്. ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഏറ്റവും ലാസ്റ്റത്തെ സ്ലൈഡാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമെട്രിക്സ്. എക്കണോമെട്രിക്സിന്റെ ഒബ്ജക്റ്റീവ്സ്, നമുക്ക് ഏതൊരു സബ്ജക്റ്റിനും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവില്ലേ? അതുപോലെ എക്കണോമെട്രിക്സിനും എന്തുണ്ട്? കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണെന്ത്? ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഇക്കണോമിക് റിലേഷൻഷിപ്സ്, അതായത് എസ്റ്റിമേറ്റിംഗ് ന്യൂമറിക്കൽ വാല്യൂസ് ഫോർ തിയററ്റിക്കൽ മോഡൽസ്. ലൈക്ക് നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പറയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിനെ എടുക്കുകയാണ്. നമ്മൾ പറയാണ് ഡിമാൻഡ് തിയറി, പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് വിൽ ഡിക്രീസ്, പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് വിൽ ഇൻക്രീസ്. ദിസ് ഈസ് എ തിയററ്റിക്കൽ മോഡൽ അല്ലേ? ഇതിന് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെ എഴുതുക? ക്യു ഡി ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, ഇങ്ങനെ നമ്മൾ എഴുതും അല്ലേ? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. ഇങ്ങനെ ന്യൂമറിക്കൽ വാല്യൂസ്, വ്യത്യസ്തമായിട്ടുള്ള തിയററ്റിക്കൽ മോഡൽസ്, നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനെ നമുക്ക് വീണ്ടും എഴുതാൻ പറ്റും. എക്കണോമെട്രിക്കലി നമുക്ക് എഴുതാൻ പറ്റും, മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാൻ പറ്റും. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. എസ്റ്റിമേറ്റിംഗ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് അല്ലേ? അതായത് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നെ, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഹൗ മച്ച്? 10 രൂപ കൂടി കഴിഞ്ഞാൽ 20 ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്, 20 ക്വാണ്ടിറ്റിക്ക് എന്ത് മാറ്റാണ് വരുന്നത്? അല്ലെങ്കിൽ 30 രൂപ കൂടി കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറയുന്നുണ്ടോ? ഇതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനെ പറ്റി പഠിക്കുക. ടെസ്റ്റിംഗ് ഇക്കണോമിക് തിയറീസ്, നമ്മൾക്ക് ഇഷ്ടം പോലെ തിയറീസ് ഉണ്ട്. ഈ തിയറീസിനൊക്കെ എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യുക. ഇത് വെരിഫൈ ഇൻ ദ തിയററ്റിക്കൽ പ്രഡിക്ഷൻ ഹോൾഡ് ട്രൂ ഇൻ ദ റിയൽ ഡാറ്റ. റിയൽ ഡാറ്റയിൽ ഇതൊക്കെ ട്രൂ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഫോർകാസ്റ്റിംഗ് ആൻഡ് പോളിസി വാല്യുവേഷൻ. വാട്ട് ഈസ് മീനിങ് ഓഫ് ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റിംഗ് മീൻസ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ അല്ലേ? ഇക്കണോമിക് വേരിയബിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2013 ഇതാണ് GDP, 14, 15, 16, 17 നമ്മൾ എടുത്തിട്ട് നമ്മൾ പറയാണ് 2026 ഇത്രയായിരിക്കും GDP. ഇതാണ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ. ഇൻഫ്ലേഷൻ്റെ, അൺഎംപ്ലോയ്മെന്റിൻ്റെത്, അതുപോലെ തന്നെ വ്യത്യസ്ത പോളിസീസ്, ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യത്യസ്ത പോളിസീസിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ വണ്ണാണെന്ത്? ഡിസിഷൻ മേക്കിംഗ്. പോളിസി മേക്കേഴ്സിനെ, ഫേംസിനെ, റിസർച്ചേഴ്സിനെ ഒക്കെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എവിഡൻസ് ബേസ്ഡ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അവരൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇക്കണോമെട്രിക്സിൽ ഉള്ളത്.